നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അഹങ്കാരിയെ കണ്ടിട്ടുണ്ടോ? അയാളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും. എന്നാൽ വഴക്കിടാൻ പേടിച്ച് നിങ്ങൾ നിശബ്ദനായിരുന്നിരിക്കാം. ഒരു വാക്കുപോലും പറയാതെ അഹങ്കാരിയെ ഉള്ളിൽ നിന്ന് പിടിച്ചുകുലുക്കാൻ സാധിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങൾക്ക് ആരെങ്കിലുമായി ദേഷ്യം തോന്നിയിട്ടുണ്ടോ? അവരെ തിരിച്ചടിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ചെയ്താൽ കാര്യങ്ങൾ കൂടുതൽ മോശമാകുമെന്ന് ഭയപ്പെട്ടിട്ടുണ്ടോ? അഹങ്കാരിയെ നിശബ്ദനാക്കുന്ന ചാണക്യന്റെ രഹസ്യതന്ത്രം നമുക്കിന്ന് മനസ്സിലാക്കാം. ആദ്യം അഹങ്കാരത്തിന്റെ യഥാർത്ഥ ഉറവിടം മനസ്സിലാക്കണം. ചാണക്യൻ പറയുന്നു, അഹങ്കാരമുണ്ടാകുന്നത് ശക്തിയിൽ നിന്നല്ല, അത് താരതമ്യത്തിൽ നിന്നാണ്. ഒരു അഹങ്കാരി എപ്പോഴും മറ്റൊരാൾക്ക് മുകളിൽ സ്വയം പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കും. ഇത് പണം, അറിവ് അല്ലെങ്കിൽ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാകാം. എന്നാൽ സത്യമിതാണ്, അഹങ്കാരി ഉള്ളുകൊണ്ടൊരു ഭീരുവാണ്. മറ്റുള്ളവരുടെ മുന്നിൽ തന്റെ ബലഹീനതകൾ മറച്ചുവെക്കാനാണ് അയാൾ അഹങ്കാരം കാണിക്കുന്നത്. അയാളുടെ ഉള്ളിൽ ഒരു വലിയ ശൂന്യതയുണ്ട്. അത് നിറയ്ക്കാൻ അയാൾക്ക് നിരന്തരം അംഗീകാരവും ശ്രദ്ധയും വേണം. ഇതാണ് അയാളുടെ ഏറ്റവും വലിയ ബലഹീനത. ചാണക്യന്റെ ആദ്യ തന്ത്രം മൗനഘാതം. അഹങ്കാരിക്ക് ഏറ്റവുമധികം വിശപ്പുള്ളത് രണ്ട് കാര്യങ്ങളോടാണ്: ശ്രദ്ധയും അംഗീകാരവും. അയാൾ തന്റെ നേട്ടങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം? എതിർക്കണോ? പുകഴ്ത്തണോ? ഇതൊന്നും ചെയ്യേണ്ട, പകരം ശരി, അല്ലെങ്കിൽ നല്ലത് എന്ന് മാത്രം പറഞ്ഞ് അവഗണിക്കുക. വിഷയം മാറ്റുക. അയാളുടെ സംസാരത്തിന് യാതൊരു പ്രാധാന്യവും നൽകരുത്. നിങ്ങളുടെ ഈ പ്രതികരണമില്ലായ്മ അയാളെ ഉള്ളിൽ നിന്ന് തിന്നാൻ തുടങ്ങും. എന്തുകൊണ്ടെന്നാൽ അയാളുടെ വാക്കുകൾക്ക് നിങ്ങളിൽ യാതൊരു സ്വാധീനവുമില്ലെന്ന് അയാൾ മനസ്സിലാക്കുന്നു. അയാളുടെ ഈഗോയ്ക്ക് ഇന്ധനം കിട്ടാതെ വരുമ്പോൾ അത് സ്വയം തകർന്നു തുടങ്ങും. രണ്ടാമത്തെ തന്ത്രം പ്രതിബിംബതന്ത്രം. അഹങ്കാരി നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ എന്തു ചെയ്യണം? ദേഷ്യപ്പെടരുത്, പ്രതിരോധിക്കരുത്. പകരം ശാന്തമായി വിനയത്തോടെ മറുപടി പറയുക. നിനക്കിതൊന്നും അറിയില്ലേ എന്ന്. അയാൾ പരിഹസിച്ചാൽ, ആകാം, എല്ലാവർക്കും മെച്ചപ്പെടാൻ സാധ്യതയുണ്ടല്ലോ എന്ന് പറയുക. പഠിക്കാൻ എനിക്കിഷ്ടമാണ് എന്നും പറയാം. ഇവിടെ നിങ്ങൾ അയാളുടെ ഈഗോയ്ക്ക് ഇന്ധനം നൽകുന്നില്ല. അതേസമയം നിങ്ങളുടെ വിനയം അയാളെ അസ്വസ്ഥനാക്കുന്നു. അയാൾക്ക് നിങ്ങളെ തോൽപ്പിച്ചു എന്ന് പറയാനാവില്ല, കാരണം നിങ്ങൾ യുദ്ധത്തിലേർപ്പെട്ടില്ല. ഇനി ചാണക്യന്റെ ഏറ്റവും ശക്തമായ ആയുധം ഫലങ്ങളുടെ പ്രഹരം. അഹങ്കാരിയെ തകർക്കുന്ന ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ വളർച്ചയാണ്. നിങ്ങൾ തർക്കങ്ങളിൽ സമയം കളയരുത്, അയാളെക്കുറിച്ച് ചിന്തിക്കരുത്. പകരം സ്വന്തം ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറുക. നിങ്ങളുടെ ഓരോ വിജയവും അഹങ്കാരിയുടെ ഈഗോയിൽ പതിക്കുന്ന ചുറ്റികാ പ്രഹരങ്ങളാണ്. അയാൾ വാക്കുകൾ കൊണ്ട് നിങ്ങളെ താഴ്ത്താൻ ശ്രമിച്ചു. നിങ്ങൾ പ്രവൃത്തികൾ കൊണ്ട് സ്വയം ഉയർത്തി. നിങ്ങളുടെ നേട്ടങ്ങൾ കാണുമ്പോൾ അയാൾ സ്വയം ചെറുതാകാൻ തുടങ്ങും. അയാളുടെ അഹങ്കാരം തകരും, നിങ്ങളൊരു വാക്കുപോലും പറയാതെ. ചാണക്യന്റെ നീതിശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് ശക്തിയുടെ യഥാർത്ഥ അർത്ഥമാണ്. യഥാർത്ഥ ശക്തി ഉച്ചത്തിലുള്ള വാക്കുകളിലല്ല, അത് നിശബ്ദമായ ആത്മവിശ്വാസത്തിലാണ്. യഥാർത്ഥ വിജയം മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്നതിലല്ല, അത് സ്വയം ഉയർത്തുന്നതിലാണ്. ഓർക്കുക, അഹങ്കാരം വാക്കുകളാൽ തകരില്ല, അത് നിങ്ങളുടെ നിശബ്ദതയാലും വളർച്ചയാലും തകരും. വഴക്കിടാതെ വിജയിക്കുക, അതാണ് ചാണക്യന്റെ യഥാർത്ഥ കല. കൂടുതൽ രഹസ്യജ്ഞാനങ്ങൾക്കായി സീക്രട്ട് വിസ്ഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ പങ്കുവയ്ക്കുക.